അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ പങ്കില്ലേ? അപ്പൊ ട്രംപ് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയാണ്. ട്രംപിന്റെ മുൻഗാമിയായ ജോ ബൈഡൻ യൂറോപ്യൻ സമൂഹത്തെയും ഉക്രൈനെയും വല്ലാതെ അങ്ങോട്ട് പ്രലോഭിപ്പിച്ചു. അപ്പം ഉക്രൈന്റെ മനസ്സൊന്നാടി, അല്ലെങ്കിൽ സെലൻസ്കിയുടെ മനസ്സൊന്നാടി എന്നാൽ ചേർന്ന് കളയാം. ആ ഘട്ടത്തിലാണ് പുടിൻ പറഞ്ഞത്, വേണ്ട മോനെ വേണ്ട, പലവട്ടം മുന്നറിയിപ്പ് കൊടുത്തു. അത് തൃണവൽ ഗണിച്ചുകൊണ്ട് സെലൻസ്കി മുന്നോട്ട് പോയി. എന്നാൽ പിന്നെ യുദ്ധം. അപ്പൊ ഇവിടെ റഷ്യയുടെ ഭാഗത്തു നിന്ന് യാതൊരു ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല. ആശയക്കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് അമേരിക്കയാണ്, ട്രംപിന്റെ മുൻഗാമിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആരാണോ പ്രശ്നം തുടങ്ങി വെച്ചത് അവിടെ നിന്ന് തന്നെ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പുടിൻ പറയുമ്പോൾ അതിനെ പൂർണ്ണമായി തൃണവൽ ഗണിക്കാൻ ആവില്ല തന്നെ. ട്രംപ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിനി യുക്രൈന് വേണ്ടി ചെലവഴിക്കാൻ പണമില്ല, പട്ടാളമില്ല, ആയുധമില്ല. ഈ കാര്യം പറഞ്ഞു വെക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു, ഞങ്ങൾ കളിക്കുന്നത് ജയിക്കാനാണ്. ഈ ഒരുപാട് അർത്ഥതലങ്ങളുള്ളൊരു കാര്യമാണ്. ഈ ഉക്രൈനെ ചുറ്റിപ്പറ്റി ട്രംപിനുള്ളതൊരു കളി മാത്രമാണ്, പവർ ഗെയിം മാത്രമാണ്. വ്യാപാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോക വ്യവസ്ഥിതിയെ തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ നിലനിർത്താനുള്ള ഒരു ഗെയിമായി കാണുന്നു. അത് വിജയിക്കാൻ തന്നെയാണ്. അപ്പൊ സമാധാനം ഉണ്ടാക്കാൻ തന്നെയാണ് കച്ചകെട്ടി സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ എന്നല്ല, സമാധാനം ഉണ്ടാക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയുടെ ആവശ്യം, അത് അമേരിക്കയുടെ മാത്രം ആവശ്യമല്ല, ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയുടെ കൂടി ആവശ്യമാണ്. ഇതൊരു ഗെയിമാണ്, അത് ജയിക്കാൻ തന്നെയാണ്. ജയിക്കാൻ കളിക്കുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അമേരിക്കയല്ല, സഖ്യകക്ഷിയായ ഉക്രൈനെ കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യിപ്പിക്കുക എന്നതാണ് ഗെയിം. അപ്പൊ അമേരിക്കയുടെ ഗെയിം പ്ലാൻ വളരെ വ്യക്തമാണ്. ഉക്രൈനെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, പൊതിഞ്ഞു സൂക്ഷിക്കും, സംരക്ഷിക്കും, സുരക്ഷാ കവചമൊരുക്കും എന്ന് പറയുകയും, എന്നാൽ രഹസ്യമായി സെലൻസ്കിയുടെ ചെവിയിൽ പറയുക, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ക്യാമറ കണ്ണിന്റെ മുന്നിലൂടെ നിങ്ങളെ സ്വല്പം കൊച്ചാക്കി, ഇപ്രാവശ്യം ക്യാമറ കണ്ണിന്റെ മുന്നിൽ നിങ്ങളെ വലുതാക്കി സൂക്ഷിച്ചു, പക്ഷേ ഞങ്ങൾ പറയുന്നത് അനുസരിക്കുകയാണ് താങ്കൾക്ക് ബുദ്ധി എന്നുകൂടി പറയുക. യൂറോപ്യൻ രാജ്യങ്ങളോട് ഒരു കാര്യം പറയും, ദയവ് ചെയ്ത് നിങ്ങൾ വലിയ വായിൽ വർത്തമാനം ഒന്നും പറയരുത്, പുടിനെ പ്രകോപിപ്പിക്കരുത്. ഇതാണ് ട്രംപ് പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള കാര്യം.